പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമര പ്രചാരണ യാത്രയ്ക്ക് കണ്ണൂരിൽ തുടക്കമായി. കരുവഞ്ചാലിൽ കെ.സി. വേണുഗോപാൽ എം.പി. യാത്ര ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മലയോര മേഖല ഉൾപ്പെടുന്ന നിയോജക മണ്ഡലങ്ങളിലൂടെയാണ് സമരയാത്ര. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും മലയോര കർഷകരെയും ജനങ്ങളെ രക്ഷിക്കുക, കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുക, ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് UDF സംസ്ഥാന കമ്മിറ്റി മലയോര സമരയാത്ര നടത്തുന്നത്. ജീവിക്കാനുള്ള അവകാശത്തിന് മുകളിലല്ല വന്യജീവി സംരക്ഷണ നിയമമെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. മലയോര ജനതയുടെ അന്തകനായി പിണറായി സർക്കാർ മാറിയെന്ന് കെ.സി. വേണുഗോപാൽ കുറ്റപ്പെടുത്തി. മലയോര ജനതയുടെ അന്ധകനായി മാറുകയാണ് സാക്ഷാൽ പിണറായി സർക്കാർ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെതിരായിട്ടാണ് ഈ യാത്ര. UDF അധികാരത്തിൽ വന്നാൽ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുമെന്നും യാത്ര ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് സർക്കാരിന് സമർപ്പിക്കുമെന്നും വി.ഡി. സതീശൻ. ഞാൻ ഉറച്ച നിലപാട് പറയുന്നു. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉറച്ച നിലപാടുണ്ട്. ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട്, ഞങ്ങൾക്ക് പരിഹാരങ്ങളുണ്ട്. അത് ചെയ്യാൻ ഈ സമരം അവസാനിപ്പിച്ചാൽ ഇവിടെ നിന്ന് കിട്ടുന്ന അറിവുകൾ കൂടി സമാഹരിച്ചുകൊണ്ട് ഞങ്ങൾ ഗവൺമെന്റിന് ഒരു കോൺക്രീറ്റ് പ്രപ്പോസൽ, വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഞങ്ങൾ സമർപ്പിക്കും. അതിനുവേണ്ടി ഗവൺമെന്റിന്റെ മീതെ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തും. അത് നിങ്ങൾ നടപ്പാക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ മലയോരത്തെ ജനതയോട് ഉറപ്പു പറയുന്നു, ഐക്യ ജനാധിപത്യ മുന്നണി അത് നടപ്പാക്കും. ഒരു സംശയവും വേണ്ട. അതേസമയം വന്യജീവി ശല്യം സർക്കാരിനെതിരെ പ്രധാന ആയുധമാക്കിയാണ് യാത്ര നടത്തുന്നത്. താൻ വനമന്ത്രിയായിരുന്ന കാലത്ത് നേരിട്ട അതേ ദുരന്തമാണ് ആനശല്യത്തിൽ ഈ സർക്കാരും അനുഭവിക്കുന്നതെന്ന് കെ. സുധാകരൻ പറഞ്ഞു. ഞാൻ വനം വകുപ്പ് മന്ത്രിയായിരുന്നു. 6 വർഷം ഞാൻ മന്ത്രിയായി നിന്നിട്ടുണ്ട്. ഈ 6 വർഷവും ഞങ്ങൾ മൃഗങ്ങളെ സംരക്ഷിക്കാൻ ഭരിച്ചവരാ. ഞങ്ങൾ മൃഗങ്ങൾക്ക് സംരക്ഷണം, മൃഗങ്ങൾക്ക് എല്ലാ പരിരക്ഷയും നൽകിക്കൊണ്ടാണ് നമ്മളൊക്കെ ഭരിച്ചത്. ആ നാട് ഇന്ന് വന്യമൃഗങ്ങൾ ഈ നാടിന്റെ അന്തകന്മാരായി മാറിക്കൊണ്ടിരിക്കുമ്പോ അതിനെ നിയന്ത്രിക്കാൻ, അതിൽ നേർവഴിക്ക് കൊണ്ടുപോകാൻ ഒരു സർക്കാർ വേണ്ടേ? ഉണ്ടോ കൂടി ഒരു സർക്കാർ? 27-ന് ആറളത്തുനിന്ന് പുനരാരംഭിക്കുന്ന യാത്ര വയനാട് ജില്ലയിൽ പ്രവേശിക്കും. തിരുവനന്തപുരം ആമ്പൂരിലാണ് സമാപനം. കടുവാക്രമണവും തുടർന്നുള്ള പ്രതിഷേധങ്ങളും നിലനിൽക്കുന്ന സാഹചര്യം രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് UDF നീക്കം. ഉദ്ഘാടന പരിപാടിയിൽ P.K. കുഞ്ഞാലിക്കുട്ടി, C.P. ജോൺ, അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് മലയാളം, കണ്ണൂർ.